കേക്ക് കട്ടിങ്ങും ഫംഗ്ഷനും ഒക്കെ ഉണ്ട്. നമ്മളെ ക്ഷണിച്ചതല്ലേ, എന്തായാലും നമുക്ക് പോണം. കേക്കൊക്കെ കഴിക്കാലോ. അതൊക്കെ ശരി തന്നെ, പക്ഷെ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാതെ എങ്ങനെ പോവാ? അത് ശരിയാലോ, നമുക്കും ഒരു ഗിഫ്റ്റ് വാങ്ങാം. അതിന് കാശ് എവിടെ? നമുക്ക് അമ്മയോട് ചോദിക്കാം. ആ ചെന്നാ മതി, പെട്ടെന്ന് തന്നെ തരും. ഏയ്, ഇതിനൊക്കെ അമ്മ എന്തായാലും തരും. നമ്മുടെ ബർത്ത്ഡേക്കും അവര് ഗിഫ്റ്റ് തരാറുള്ളതല്ലേ. എന്തായാലും പോയി ചോദിച്ചോക്കാം. ശരി, വാ. എന്താ എല്ലാരും കൂടി? സാധാരണ കഴിക്കണ നേരത്തെ മാത്രല്ലേ അടുക്കളയിൽ വരാറുള്ളൂ. അത് അല്ലെങ്കിൽ വേണ്ട, നീ പറ. എന്താ കാര്യം? ആരെങ്കിലും ഒന്ന് പറയ്. ഇന്നാണ് അമ്മൂന്റെ ബർത്ത്ഡേ. ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. രാത്രിയാണ് ഫംഗ്ഷൻ. പക്ഷേ പോണെങ്കിൽ ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങണ്ടേ? ഓ, അവളുടെ ബർത്ത്ഡേ ഇന്നാണല്ലേ. ഞാൻ ഡേറ്റ് മറന്നുപോയി. എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ 2 ദിവസം മുമ്പ് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഞാൻ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഓ, താങ്ക് യു അമ്മ. അപ്പൊ ഗിഫ്റ്റ് വാങ്ങേണ്ട പണി ഞങ്ങൾക്ക് ലാഭമായല്ലോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് രാത്രി ഫംഗ്ഷന് പോവാ. ഹാപ്പി ബർത്ത്ഡേ അമ്മു. ഇതാ നിനക്ക് ഞങ്ങളുടെ വക ഗിഫ്റ്റ്. താങ്ക് യു. മോളെ, അമ്മ എവിടെ? അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓ ആണോ, എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അമ്മു, നിന്റെ ഫ്രോക്ക് അടിപൊളിയായിട്ടുണ്ട്. ഓ ആണോ, താങ്ക് യു. അമ്മയുടെ സെലക്ഷൻ ആണ്. അല്ല, എപ്പോഴാ കേക്ക് കട്ടിങ്? അച്ഛനും അമ്മയും റെഡിയായി വന്നാ ഉടനെ തന്നെ കേക്ക് കട്ട് ചെയ്യാം. ഇപ്പൊ ക്ഷണിച്ച എല്ലാ ഗസ്റ്റുകളും എത്തി. ആരാ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്തത്? വളരെ നന്നായിട്ടുണ്ട്. അതൊക്കെ ഞാനും അച്ഛനും അമ്മയും കൂടി ചെയ്തതാ. ഇന്ന് രാവിലെ മുതൽ അതിന്റെ പണികളായിരുന്നു. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളാണ് ഞങ്ങൾ ഗിഫ്റ്റായി കൊണ്ടുവന്നിട്ടുള്ളത്. ഓ ആണോ, എന്തൊക്കെയാ അത്? അതൊക്കെ സർപ്രൈസ് ആണ്. ഞങ്ങൾ പോയിട്ട് നീ തുറന്നു നോക്കിക്കോ. ഓ ശരി, എനിക്കത് കാണാൻ കൊതിയാവുക. എന്നാ ഞാൻ പോയി അച്ഛനും അമ്മേനൊക്കെ വിളിച്ചിട്ട് വരാം. അപ്പൊ ശരി, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ ഇനി ആരും പോകല്ലേ. ഭക്ഷണം ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. അത് കഴിച്ചിട്ട് പോയാ മതി. ഞങ്ങൾ കഴിച്ചിട്ട് തന്നെ പോവുള്ളൂ.